ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം കുടിയേറ്റ നിയന്ത്രണം കർശനമാക്കി. രാജ്യത്ത് താമസിക്കുന്നവരെയും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെയും ലക്ഷ്യമിട്ട് ഒരു വമ്പൻ നീക്കം നടത്തുകയാണ്. 55 ദശലക്ഷം വിസ ഉടമകളെ അവലോകനം ചെയ്യുമെന്ന് US സർക്കാർ പ്രഖ്യാപിച്ചു. വിനോദസഞ്ചാരികൾ മുതൽ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗ്രീൻ കാർഡ് ഉടമകൾ വരെ എല്ലാവരും അവലോകന പരിധിയിൽ വരും. 13 ദശലക്ഷം സ്ഥിരതാമസക്കാർ, 4 ദശലക്ഷം താൽക്കാലിക വിസകൾ, എണ്ണമറ്റ മറ്റുള്ളവർ എന്നിവരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുന്നത് പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കും. സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടെത്തിയാൽ വിസ റദ്ദാക്കും. മാത്രമല്ല എത്രയും വേഗം US നിന്ന് നാടുകടത്തുകയും ചെയ്യും. ഇതൊരു ഒറ്റപ്പെട്ട നടപടിയല്ല. ട്രംപ് അധികാരമേറ്റപ്പോൾ ആരംഭിച്ച വിശാലമായ കൊടുങ്കാറ്റിൻ്റെ ഭാഗമാണിത്. അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം ഓർക്കുന്നുണ്ടോ? മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അവർ വന്ന രാജ്യത്തിലേക്ക് തിരികെ അയക്കാനുള്ള പ്രക്രിയ ഞങ്ങൾ ആരംഭിക്കും, ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത്. അതിനുശേഷം അനധികൃത താമസത്തിനെതിരെ ശക്തമായ പോരാട്ടം ആരംഭിച്ചു. വിസ നിയമങ്ങൾ കർശനമാക്കി. അനധികൃത കുടിയേറ്റക്കാരെ വേഗത്തിൽ നാടുകടത്തുന്നു. വിദ്യാർത്ഥി അല്ലെങ്കിൽ സന്ദർശക വിസയിൽ വരുന്നവരെ പോലും വെറുതെ വിടുന്നില്ല. വാസ്തവത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയിലധികം വിസകൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റദ്ദാക്കിയിട്ടുണ്ട്. അടുത്തിടെ 6000-ത്തിലധികം വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കി. അധികകാലം താമസിക്കൽ അല്ലെങ്കിൽ ആക്രമണം മുതൽ മദ്യപിച്ച് വാഹനമോടിക്കൽ വരെയുള്ള കുറ്റകൃത്യങ്ങൾ നടപടിക്ക് കാരണമായി സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ രേഖകളുടെയും പൂർണ്ണമായ പരിശോധന തുടരുകയാണ്. പഴയതും നിലവിലുള്ളതും ഭാവിയിൽ വിസയ്ക്കായി അപേക്ഷിക്കുന്നവരെയും ട്രാക്ക് ചെയ്യുന്നതിന് അവർ പുതിയ സാങ്കേതിക വിദ്യകൾ പുറത്തിറക്കുന്നു. ഫലമോ? സമൂഹത്തിൽ ഭയത്തിൻ്റെ ഒരു തരംഗം അലയടിക്കുന്നു. പെട്ടെന്നുള്ള റെയ്ഡുകളും അറസ്റ്റുകളും ഭയന്ന് ആൾക്കാർ സ്കൂളിലോ ജോലിസ്ഥലത്തോ പോകാൻ മടിക്കുന്നു. ഓരോ ദിവസവും കെണിയിൽ വീഴുമോ എന്ന ഭീതിയിൽ ജീവിക്കുന്നു. വിസകൾ മാത്രമല്ല, മറ്റു മേഖലകളിലും നിയന്ത്രണം കർശനമാകുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൊമേഴ്സ്യൽ ട്രക്ക് ഡ്രൈവർമാർക്കുള്ള തൊഴിൽ വിസകൾ നിർത്തിവെച്ചു. കഴിഞ്ഞ ആഴ്ച ഫ്ലോറിഡയിൽ ഒരു ഇന്ത്യൻ വംശജനായ ഡ്രൈവർ നിയമവിരുദ്ധമായി U-ടേൺ എടുത്ത് 3 പേരുടെ മരണത്തിന് കാരണമായ അപകടമുണ്ടാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. ഇതിനകം ഈ ഡ്രൈവർമാർക്ക് ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷകൾ കർശനമാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ വിസ പൂർണ്ണമായി നിർത്തി. കാര്യങ്ങൾ കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് വകുപ്പ് പുതിയ ഏജന്റുമാരെ വൻതോതിൽ നിയമിക്കുന്നു. ഈ പുതിയ നിയമനങ്ങളിൽ പലരും സിവിലിയന്മാരായിരിക്കും. ഡേറ്റ എൻട്രി, പ്ലാനിംഗ് മുതൽ ലോജിസ്റ്റിക്സ് വരെ എല്ലാം ഇവർ കൈകാര്യം ചെയ്യും. അവരെ എവിടെയാണ് അയക്കുന്നതെന്ന് ഒരു തരത്തിലും പറയാനാവില്ല. വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നത് ഇതാണ്: ഇത് നിയമം കയ്യിലെടുക്കുന്ന നാടുകടത്തൽ വിജിലൻറ്റുകളുടെ ഒരു കൂട്ടത്തെ സൃഷ്ടിക്കും. ഇതെല്ലാം കണ്ടിട്ടും ട്രംപ് ഒരു കുലുക്കവുമില്ലാതെ തൻ്റെ നയത്തിൽ ഉറച്ചു നിൽക്കുന്നു.